സർ, വന്ദേ മാതരം. വന്ദേ മാതരം. പ്രശാന്ത് സാറേ, നമ്മുടെ രാജ്യത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിദേശകാര്യവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അമേരിക്കയുമായി ബന്ധപ്പെട്ടൊരു നിർണായകമായ ഒരു നീക്കം നടന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, അതായത് വിദേശകാര്യ മന്ത്രി, അദ്ദേഹം മാർക്കോ റൂബിയോ, അദ്ദേഹം ഇന്ത്യ സന്ദർശനത്തിനും 2 ദിവസത്തെ ചർച്ചയ്ക്കുമായിട്ട് ഇന്ത്യയിലെത്തി. അപ്പോൾ സാധാരണ ഇങ്ങനെ വരുന്നവർ നേരെ ന്യൂഡൽഹിയിലാണ് വന്ന് ഇറങ്ങുന്നതും അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ച് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഇത് പക്ഷേ ഈ മാർക്കോ റൂബിയോ 2 ദിവസം മുമ്പ് വന്നിറങ്ങിയത് കൊൽക്കട്ടയിലാണ്. അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചത് നമ്മുടെ വിദേശകാര്യ വകുപ്പിലെ സെക്രട്ടറിയാണ്. മാത്രമല്ല, ഈ മാർക്കോ റൂബിയോ ജോയിൻറ്റ് സെക്രട്ടറി ഈ മാർക്കോ റൂബിയോ അവിടെ ആദ്യം പോയത് കൊൽക്കട്ടയിലെ നമ്മുടെ ഈ മദർ തെരേസയുടെ സ്ഥാപനമുണ്ടല്ലോ, അതിൻ്റെ ആസ്ഥാനം ചാരിറ്റീസ് ഓഫ് മിഷണറീസ്, അതിൻ്റെ ആസ്ഥാനം മദർ ഹൗസ് എന്ന് പറയുന്ന കൊൽക്കട്ടയിലെ അതിൻ്റെ ആസ്ഥാനമാണ് സന്ദർശിച്ചത്. അവിടെ ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഞങ്ങളും ഒക്കെ ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഈ FCRA നിയമ ഭേദഗതി, നമ്മുടെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്റ്റിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സർക്കാർ. അത് സംബന്ധിച്ച ബില്ലിൽ കുറച്ച് മയപ്പെടുത്താൻ, അതിലിച്ചിരി വെള്ളം ചേർക്കാൻ ഒക്കെ സമ്മർദ്ദം ചെലുത്താനാണ് മാർക്കോ റൂബിയോ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് എന്നൊരു ആക്ഷേപമുണ്ട്. സത്യത്തിൽ സാർ, എന്തിനാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നത്? ഇദ്ദേഹം ക്വാഡ് യോഗത്തിൽ പങ്കെടുക്കാനാണ് ഇദ്ദേഹം ഇവിടെ വന്നത്. പക്ഷേ അത് അങ്ങനെ വന്ന അദ്ദേഹം ന്യൂഡൽഹിയിൽ വരാതെ നേരെ കൊൽക്കട്ടയിൽ പോയതാണ് ഈ സംശയത്തിന് കാരണം. ഇതിനകത്ത് ഈ ഒരു ഇങ്ങനെ ഉയരുന്ന ആരോപണം അല്ലെങ്കിൽ ഈ ആക്ഷേപത്തിന് എന്തെങ്കിലും സാധുതയുണ്ടോ? എന്താണ് സാറിൻ്റെ നോട്ടത്തിൽ എന്താണ് ഇതിൻ്റെ പുറകിലെ രഹസ്യം? പ്രശാന്ത് ചോദിച്ചത് വളരെ ജെന്യുവിൻ ഡൗട്ട്സ് ആണ്. ഇതെല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയുണ്ട്. പിന്നെ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഊന്നുപോയിട്ട് പറന്നുപോയെന്ന് പറഞ്ഞ് അവരുടേതായ കാര്യലക്ഷ്യം സാധിക്കാനും പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ അടിക്കാനൊരു വടി, ഇങ്ങനെ പല ഉദ്ദേശത്താൽ അവർ പല തരം ന്യൂസുകൾ പറഞ്ഞ് പരത്തി. അതാണ് സത്യം. കൽക്കട്ടയിൽ പോയത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് USA-ക്ക് ഒരു അബദ്ധം പറ്റി. പിന്നെ അത് തിരുത്തിയാൽ അത് കൂടുതൽ ചളമാവും. അതുകൊണ്ട് അത് ചെയ്തില്ല. ഇത് ഫെബ്രുവരിയിൽ തീരുമാനിച്ചതാണ്. ഇതിപ്പോൾ മെയ് ആയി, ജൂൺ ആവാറായി. ഇദ്ദേഹത്തിൻ്റെ സന്ദർശനം, കൽക്കട്ട സന്ദർശനം അടക്കം ഫെബ്രുവരിയിൽ, ഇന്ത്യ വിസിറ്റ് ഫെബ്രുവരിയിൽ ഡിസൈഡ് ചെയ്തതാണ്. അന്ന് മമതാ ബാനർജി പാട്ടും പാടി ജയിക്കും എന്നുള്ള ഒരു ധാരണയിൽ അന്ന് CIAക്കുണ്ടായിരുന്നു. CIAയും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റും വളരെ സാകൂതം വർക്ക് ചെയ്യുകയും മമതാ ബാനർജിക്ക് അനുകൂലമായി വർക്ക് ചെയ്യുകയും ബംഗാളിൽ വീണ്ടും അവർ തിരിച്ചു വരണമെന്നും ആഗ്രഹിക്കുകയും അതിൻ്റെ എല്ലാ പരിപാടികളും ബംഗ്ലാദേശിൽ ഇരുന്നുകൊണ്ട് അവർ ചെയ്തു. ഇത് എനിക്കും പ്രശാന്തനും ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മുടെ അധികാരികൾക്ക് അത് ഓപ്പണായിട്ട് നമ്മുടെ ഒരു സ്റ്റൈല് അല്ല, നമ്മൾ പറയാറില്ല. നമ്മളൊരു നയതന്ത്ര വിദേശകാര്യ നയം വെച്ചിട്ട് നമ്മൾ ചാണക്യൻ്റെ രാജ്യമല്ലേ. അപ്പം നമ്മൾ ചെയ്യാനുള്ളതങ്ങ് ചെയ്യും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മാർക്ക് റൂബിയോയുടെ വിസിറ്റിനും ബന്ധപ്പെട്ടും അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ മമതാ ബാനർജി ഇലക്ഷനിൽ ജയിക്കും, ഒരു മനുഷ്യരും ബംഗാളിൽ ഈ ഗവൺമെൻറ് ഇപ്പോൾ വന്നിരിക്കുന്ന അധികാരി വരുമെന്ന് അതിലെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, വരുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. മമതാ ബാനർജി അത്ര ഭയങ്കരമായിട്ട് അവിടെ എല്ലാം കൈയടക്കി കീഴടക്കി ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് നമ്മുടെ രാജ്യത്തെ എതിരായിട്ട് വരുന്നു അവരുടെ പ്രവൃത്തികൾ. അങ്ങനെയാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഈ മാർക്ക് റൂബിയോ ആക്ച്വലി പേഴ്സണലി അദ്ദേഹം നല്ല മനുഷ്യനാണ്. മാർക്ക് റൂബിയോ, വാൻസ്, ഇവരൊക്കെ ജെഡി വാൻസ്, ഇവർ കത്തോലിക്ക വിശ്വാസികളാണ്. ഇദ്ദേഹം ക്യൂബയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത പാരൻസിൻ്റെ മകനാണ്. അദ്ദേഹം ഒരു ഇന്ത്യ പക്ഷപാതിയാണ്. മാർക്ക് റൂബിയോ, വാൻസ്, മാർക്ക് റൂബിയോ, തുളസി ഗബാർഡ്, മൈക്ക് പോംപിയോ ഉടക്കി ഇറങ്ങിപ്പോയി. ഇവരെല്ലാം പ്രോ ഇന്ത്യയാണ്, പ്രോ ഭാരത് ആണ്.
അപ്പം അതായത് ഇന്ത്യയോട് ഒരു നല്ല ബന്ധത്തിൽ നല്ല എപ്പോഴും ബന്ധത്തിൽ പോണം എന്ന് പോണം പറയുന്ന എന്ന് ആൾക്കാർ. പറയുന്ന ആളുകളാണ്. വാൻസ് ഇവിടെ വന്ന ആനെ തഴുകിക്കൊണ്ടിരുന്നപ്പോഴാണല്ലോ പാകിസ്ഥാൻ പഹൽഗാം അറ്റാക്ക്. അപ്പൊ അത് വാൻസിന് ഭയങ്കര ഷോക്കായി പോയി. കാരണം ഇത് സിഐഎക്ക് അറിയാമായിരുന്നു, ട്രംപിന് അറിയാമായിരുന്നു. ഈ പ്രശാന്ത് വിചാരിക്കുന്നു ട്രംപിന്റെ അടുത്ത് പറയാതെ മറ്റേ മുനീർ ഈ പരിപാടി ഓർക്കസ്ട്രേറ്റ് തീർച്ചയായിട്ടും അമേരിക്ക അറിയാതെ അവരൊന്നും ഇങ്ങനെ ഇളിബനായി പോയി. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഇത് മാറ്റി വെച്ചാണ്, ഇവിടെ വരൂലായിരുന്നു. എനിവേ, അപ്പൊ ഇവരൊക്കെ ഇന്ത്യൻ പക്ഷപാതക്കാരാണ്. ഇപ്പൊ ഈ മാർക്ക് റൂബിയോ ഇങ്ങോട്ട് അയച്ചത് ട്രംപാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്ത് വന്നതല്ല. അദ്ദേഹം ക്വാഡിൽ പങ്കെടുക്കണം, അതിനുവേണ്ടി അല്ല, അത് ശരിയാണ്. ക്വാഡിനുമായിട്ട് ഒരു വിഷയം ഞാൻ പറയുന്നുണ്ട്. ഈ മാർക്ക് റൂബിയോ ട്രംപിൻ്റെ ഒരു സബോർഡിനേറ്റ് ഓഫീസറാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ കേട്ടല്ലേ പറ്റൂ, അപ്പോൾ അതേപോലെ ട്രംപ് പറഞ്ഞ കേട്ടേ പറ്റൂ, അത് പറ്റൂല എന്ന് പറയാൻ ഒക്കില്ല. വാൻസ് ചിലപ്പോൾ പറയാറുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇദ്ദേഹം അങ്ങനെ പറയുന്നില്ല, അദ്ദേഹം വളരെ ജൂനിയർ അല്ലേ. അപ്പം ട്രംപ് അയച്ചതാണ്, ഡൊണാൾഡ് ട്രംപ് അയച്ചതാണ് ഇദ്ദേഹത്തെ. പിന്നെ ഇദ്ദേഹം ഇവിടെ വരുമ്പോൾ നമ്മുടെ രാജ്യവും USA തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മുടെ ഇവിടുത്തെ മീഡിയ അവർക്കറിയാം, പക്ഷെ അത് കൂലങ്കഷമായി ഒരിടത്തും ഡിസ്കസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഏകദേശം 15 മേജർ റീസൺസ് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയും USA തമ്മിലുള്ള ഇത് ഭയങ്കരമായ അറ്റ് ദ ലോവസ്റ്റ് എബിലാണ് ഇന്ത്യയും USA തമ്മിലുള്ള ബന്ധം. ബൈഡന്റെ കാലത്തെക്കാളും ഇപ്പൊ ട്രംപ് വരണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പലരും, ഇന്ത്യ അടക്കം. പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നുന്നു, ഇപ്പോഴല്ല, കഴിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ടൈമിന് USA പോവുകയും ഇദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തി എന്നൊക്കെ ഡെമോക്രാറ്റ്സ് ആരോപണമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരെ ട്രംപിന് അനുകൂലമായിട്ട് നിന്നാണ്. പക്ഷേ ട്രംപ് വന്ന ശേഷം ട്രംപ് പറയുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് ലിസൺ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തിങ്ക് ടാങ്ക്സ് അത് പറ്റില്ല. 100% റഷ്യയുടെ നിന്ന് ഓയിൽ വാങ്ങി നിർത്തിയിട്ട് നമ്മൾ അമേരിക്കയിലോട്ട് ചാടണമെന്നാണ് ഒന്നീ നിക്കരാഗൻ അല്ലെങ്കിൽ അല്ല വെനിസ്വേല ഓയിൽ അല്ലെങ്കിൽ മറ്റേ എവിടെ പോയി ഇങ്ങനെ പ്രസിഡന്റിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് അതാ നിക്കരാഗൻ വെനിസ്വേലയുടെ ഓയിൽ എന്ന് പറഞ്ഞാൽ വെനിസ്വേലയുടെ ഓയിൽ വാങ്ങിക്കുമ്പം പൈസ ഫെഡറൽ സെൻട്രൽ ബാങ്ക് വഴിയാണ് പോകുന്നത്, ഡോളർ വഴി. അപ്പോൾ അമേരിക്കക്ക് ഗുണമാണ്. ഒന്നീ അത് വാങ്ങിക്കണം, അല്ലെങ്കിൽ മറ്റേത് വാങ്ങിക്കണം, അമേരിക്കയുടെ ഓയിൽ വാങ്ങിക്കണം, കംപ്ലീറ്റ് റഷ്യ നിർത്തണം എന്ന് ആണ്. ഓരോ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്ന പല ഇൻട്രസ്റ്റുകൾ ബേസ് ചെയ്താണ്. നമ്മുടെ രാജ്യത്തെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ റഷ്യ എടുത്ത് പോകുന്നത്, ഫ്രാൻസിൻ്റെ അടുത്ത് പോകുന്നത്, അമേരിക്ക എടുത്ത് പോകുന്നത്. അത് ഡിക്റ്റേറ്റ് ചെയ്യണ്ട ട്രംപ്. ഈ ട്രംപിനുള്ള ഒരു പ്രശ്നം ഈ USA മൊത്തം ഉണ്ട്, അവരുടെ ഡീപ് സ്റ്റേറ്റിന്. പക്ഷേ എസ്പെഷ്യലി ഈ ട്രംപിനുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ മുനീറില്ലേ, നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ ഫീൽഡ് മാർഷൽ, അവനെന്നെ പറയൂ. കാരണം നമ്മുടെ സോൾജേഴ്സിനെ കൊന്നവനാണ്, അസാസിനേറ്റ് ചെയ്ത് നമ്മുടെ സോൾജേഴ്സിനെ കൊന്നു. കാർഗിലിലെ വാറുണ്ടായി, അപ്പോഴൊക്കെ പിന്നെ ബ്രിഗേഡിയറോ മേജർ ജനറലോ ഒക്കെയാണ്. അപ്പം നമ്മുടെ രാജ്യത്തെ ഉപദ്രവിച്ച ഒരു രാഷ്ട്രം, നമ്മുടെ ആളുകളെ കൊന്ന്, സിവിലിയൻസിനെ വെടിവെച്ച് കൊന്ന്, അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം ലേറ്റസ്റ്റ് ഡോക്ടർമാർ ഡൽഹിയിൽ നമ്മൾ ഈ പാകിസ്ഥാന് പണി കൊടുത്ത ശേഷം സ്ഫോടനം ഉണ്ടാക്കാൻ വന്നില്ലേ. ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്ന ഇവൻ ഒറ്റ ഒരുത്തനാണ്. ബ്ലൂ കോളർ ടെററിസം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അത് ഡോക്ടർമാരുള്ളതുകൊണ്ട് അവനൊക്കെ ബ്ലൂ കോളറിസ്റ്റാണ്, അവൻ വൈറ്റ് കോളർ അല്ല. അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് പോയത്. എനിവേ, അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തിനെ ദിവസവും ഉപദ്രവിക്കുക, അമേരിക്കയുടെ തോളിൽ കയറിയിരുന്ന് നമ്മളെ കൊഞ്ഞനം കുത്തുക, ചൈനയുടെ തോളിൽ കയറിയിരുന്നുണ്ട് വീണ്ടും നമ്മുടെ രാജ്യത്തിനെ തുപ്പുക, ഇതൊക്കെ ചെയ്യുന്ന ഒരുത്തനാണ്. പാകിസ്ഥാനിൽ വേറെ ഇമ്രാനെ പോലെയുള്ള ബെറ്റർ ആളുകളുണ്ട്. ഇവൻ എന്തോ ഭ്രാന്താണ്. ലോകത്തിൽ പിന്നെ നോട്ട് ലോകം, പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരായിട്ട് വർക്ക് ചെയ്ത സിയാവുള്ളക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇവരാരും ഫണ്ടമെൻ്റലിസ്റ്റ് അല്ലായിരുന്നു. ഇവൻ ഫണ്ടമെൻ്റലിസത്തിൽ കൂടെ പാകിസ്ഥാൻ്റെ ആർമി ചീഫായ ഫസ്റ്റ് മനുഷ്യനാണ്.
അവന് ലഹരിയാണ് ഫണ്ടമെൻ്റൽ. ഇതിനേക്കാൾ ഹിസ്ബുള്ള ടെററിസ്റ്റ് അവരാണ് പറയുന്നത്. ഇയാൾ നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് ഹിസ്ബുള്ളയുടെ വാപ്പയായിട്ട് വരും ഈ മുനീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവനെന്നെ പറയും നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ ഹെഡാണ്. അതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഈ മുനീറിനെയും ഈ പിന്നെ പാകിസ്ഥാനെയും ഒക്കെ കൂട്ടുപിടിച്ച് 2 മണിക്കൂറത്തെ ലഞ്ചാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ ട്രംപ് ഷബാസുണ്ട് പ്രസിഡന്റ്, അയാളെ വിളിച്ചില്ല, ഇയാളെ വിളിച്ച് 2 മണിക്കൂറാണ് ലഞ്ച് കൊടുത്തത്. അതൊരു വലിയ കോൺട്രവേഴ്സൽ. അപ്പോൾ ഈ USA ഡീപ് സ്റ്റേറ്റ്, പ്രത്യേകിച്ച് ട്രംപ് സ്പെഷ്യലൈസ് ചെയ്ത് നടക്കുകയാണ്. ഇന്ത്യയുടെ ശത്രുക്കളുമായിട്ട് കൂട്ടുകൂടുക. പിന്നെ ഇതെല്ലാം ഈ പാകിസ്ഥാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് USA ആണ്, ചൈനയാണ്. ചൈനയും ഉണ്ട്. ഇപ്പോൾ ഈ ഇറാൻ യുദ്ധം തുടങ്ങിയതിൻ്റെ ഒരു ലക്ഷ്യം ട്രംപിൻ്റെ ചൈനയ്ക്ക് പണി കൊടുക്കാനാണ്, ചൈനയ്ക്ക് ഓയിൽ കട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കരുതിയ അപ്പോൾ ചൈന നമ്മുടെ കുറച്ച് മര്യാദയ്ക്ക് പെരുമാറും. അത് പോയി ഓടിച്ചെന്ന് ഷീ ജിൻപിങ്ങിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവർ തമ്മിലങ്ങ് കമ്പനിയായി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്താലും നമുക്കെതിരാണ്, നമുക്ക് ഉത്തരവാദിത്തം. അപ്പം ഞാൻ ഈ 10-15 കാര്യങ്ങൾ ഉള്ളതിൽ അതെ പറയാം. അതായത് ഈ USA നമ്മുടെ സോവറിനിറ്റി അണ്ടർമൈൻ ചെയ്യുന്ന ഈ ട്രംപ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത്. 20 സിന്ദൂറിന് ശേഷം. അതായത് കാശ്മീർ വിഷയത്തിൽ ആരും വേറെ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് നമ്മൾ സമ്മതിക്കില്ല. അതിലെല്ലാം കയറി ഇടപെട്ടു. ഞാനാണ് യുദ്ധം നിർത്തിയെന്ന് 80 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 80 ടൈംസ് ടോട്ടൽ ഞാനാണ് ഇന്ത്യ പാകിസ്ഥാനെന്ന്. പിന്നെ ഈ ദുസ്സൂചന ഉള്ള രീതിയിൽ സംസാരിക്കുക. അതായത് 7 പ്ലെയിൻ, ഞാൻ ആരുടെ എന്ന് പറയില്ല, 7 ജെറ്റ് തറയിൽ പോയി. എന്താ അയാൾക്ക് പറഞ്ഞാൽ എന്താ പാകിസ്ഥാൻ്റെ ആണെന്ന് അത് പറഞ്ഞില്ല. ഉടനെ ഒരു സംശയം അല്ല. ഇന്നേ വരെ സിന്ദൂറിൽ ഇന്ത്യ നേടിയ വിജയം, അവരുടെ പിന്നെ എയർ ഡിഫൻസ് മറിച്ച് എല്ലാം നമ്മൾ പൊളിച്ചടിക്കും. ഇന്നേ വരെ അമേരിക്ക സമ്മതിച്ചിട്ടില്ല, അമേരിക്ക പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്കയിലുള്ള അവരുടെ ചില പത്രങ്ങൾ പാകിസ്ഥാൻ അനുകൂലമായിട്ട് എഴുതും, ചിലത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് എഴുതും. പക്ഷേ US ഡീപ്പ് സ്റ്റേറ്റ് ഇതുവരെ ഇന്ത്യ സമ്മതിച്ചിട്ടില്ല. അപ്പം അതെന്താ അങ്ങനെ? നമ്മൾ അവരുടെ ശത്രുരാജ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ എനിമി രാജ്യമല്ല, എന്നാൽ ഫ്രണ്ട് രാജ്യമല്ല. ഫ്രെനിമി എന്ന് പറഞ്ഞൊരു വേർഡുണ്ട് ഇംഗ്ലീഷിൽ. US ഇപ്പോൾ ഫ്രെനിമിയാണ്, രണ്ടുമല്ല, അല്ലാത്ത ശത്രുവല്ല. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്പോൾ ഇന്ത്യ വളരെ അനോയിഡാണ് ഇപ്പോൾ ഈ USA ഈ ട്രംപിൻ്റെ പല 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 പരിപാടികൾ. എന്നാൽ അതേസമയം ട്രേഡിന് അവർക്കും ഗുണമാണ്, നമുക്കും ഗുണമാണ്. എന്നാൽ നമ്മളെ ഇന്ത്യ ഏറ്റവും വലിയ മാർക്കറ്റാണ്, ചൈന വേണ്ട ഇനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ. അപ്പം ഈ ടോക്ക് ഇന്ദിരാഗാന്ധിയാണത് പറഞ്ഞിട്ടുള്ളത്. ടോക്ക് ഫൈറ്റ് എന്നാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഫൈറ്റ് ചെയ്യും. ഇവർ ഫൈറ്റല്ല, വേല വയ്ക്കുകയാണ്. ഇന്ത്യ ടോക്ക് അണ്ടർമൈൻ. അതിൻ്റെ ലേറ്റസ്റ്റ് ഉദാഹരണം നമ്മുടെ പാറ്റ, കോക്രോച്ച് പിന്നെ ഇവിടെ കാക്ക ചത്ത് വീണാലും നമ്മൾ പറയാം അത് ISI ആണ്. അവൻ അറിയാതെ ഒന്നും നടക്കില്ല, ISI ആണ്. ഇത് ഇദ്ദേഹം അല്ല, ഇതൊക്കെ CIA ആണ്. CIA പെൻറ്റഗണും ഇവരെല്ലാമാണ് ഈ ചെയ്യുന്നത്. ഈ ട്രംപൊക്കെ എങ്ങനെ നിൽക്കുന്നല്ലോ, വേണമെങ്കിൽ ട്രംപിനെ ഇൻ്റർഫിയർ ചെയ്ത് നോ എന്ന് വേണമെങ്കിൽ പറയും. അദ്ദേഹത്തിൻ്റെ അത് ചെയ്യുന്നില്ല, അദ്ദേഹം ഓക്കെ ചെയ്യാണ്. അപ്പം ഈ കോക്രോച്ച് ജനത JNTA പാർട്ടി, അഭിനവ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ മറ്റാണ്. അവൻ അവിടെ പഠിക്കാൻ പോയിട്ട് പിന്നെ അവൻ തിരിച്ചു വന്നില്ല. അവനിൽ വഴി ഇത് ISIയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇവർ. ആര്? CIA ചെയ്യിപ്പിച്ചാണ്. പിന്നെ ഡീപ്പ് സ്റ്റേറ്റ് ചെയ്യിച്ചാണ്, പെൻറ്റഗണും എല്ലാം ചെയ്യിച്ചാണ്. എന്നിട്ടും പിന്നെ നമ്മളെ എന്ത് വന്നാലും നമ്മൾ പാകിസ്ഥാനിലോട്ട് നോക്കും. പാകിസ്ഥാനിൽ 49% ഇതിൻ്റെ പരിപാടികളുണ്ട്. പക്ഷേ അമേരിക്കയിൽ USA 14% ഉണ്ട്, 14% ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ വ്യൂവേഴ്സും എല്ലാം 14% വ്യൂവേഴ്സ് അവിടെ നിന്നാണ്. പിന്നെ അവർ പറയാം അല്ല 1% എന്നാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. പിന്നെ
ഈ നമ്മുടെ മീഡിയയിലൊന്നും വരാത്ത ബംഗ്ലാദേശിൽ കുറച്ച് നാളുകളായിട്ട് ഒരു പണിയാണ്. അതുകൊണ്ടാണല്ലോ മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്ന ആ മറ്റേ മുജിബുർ റഹ്മാൻ്റെ മകളെ അടിച്ചോടിച്ചു വരും. അത് ഇന്ത്യക്ക് പണിഞ്ഞതാണ്. കാര്യം എന്നാൽ ബംഗ്ലാദേശിന് പണിതാണെന്നുള്ള ആ മണ്ടന്മാർക്ക് മനസ്സിലായില്ല. ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ മുകളിലായിരുന്നു GDP ഇവരിവിടെ ഇരുന്നപ്പം. ഡ്രസ്സ്, തുണി കയറ്റുമതി, GDP ഇങ്ങനെ പൊങ്ങി വരെയായിരുന്നു. എല്ലാം പോയി. ഇപ്പം ദാരിദ്ര്യ രാഷ്ട്രമായി പാകിസ്ഥാൻ്റെ താഴെ പോയി. അപ്പം ആ സമയത്ത് ഷെയ്ഖ് ഹസീന പറഞ്ഞത് പ്രശാന്ത് ഓർക്കുന്നുണ്ടായിരിക്കും. എൻ്റെ അടുത്ത് മറ്റേ സെൻറ്റ് മാർട്ടിൻ ദ്വീപ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്നെ ഇവിടുന്ന് തുരത്തിയതെന്ന് അവർ പറഞ്ഞു. എന്നിട്ടാണ് മറ്റേ അപ്പൂപ്പനെ പിടിച്ചോണ്ടെന്ന് അവിടെ കൊണ്ടുവരുന്നത്. ഈ അപ്പൂപ്പനും അതാണ് ISI ഏജന്റ് മുഹമ്മദ് യൂനിസിന് അവാർഡ് കൊടുത്തത് ബിൽ ക്ലിൻ്റൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇയാളും തമ്മിൽ ഷെയ്ഡി ഡീലിങ്സ് ഉണ്ട്. ഈ ബിൽ ക്ലിൻ്റനും ഈ അപ്പൂപ്പനും തമ്മിൽ ബംഗ്ലാദേശിൽ നിന്ന് പൈസ അങ്ങോട്ട് കയറ്റി എന്തൊക്കെ ഡീലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ ഒന്ന് വായിച്ചിരുന്നു, മറന്നുപോയി ഇപ്പോൾ. അപ്പം ഈ ബംഗ്ലാദേശിൽ കുറേ നാളുകളായിട്ട് ഇങ്ങനെ അവരെ മ്യാൻമാറിൽ ചെന്നിട്ട് മ്യാൻമാറിൽ നിന്ന് ഈ മറ്റേ റോഹിംഗ്യ ഇവിടെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുക്കുക. എന്നിട്ട് അവർ നമ്മുടെ ഇവിടെ വന്ന് ഇന്ത്യയിൽ കുത്തിത്തിരിപ്പ് മമതയായിട്ട് ചേർന്ന് ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടി ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു VVIP ആരെന്ന് പറയുന്നില്ല, എല്ലാം പ്രശാന്തിന് മനസ്സിലാക്കണം. നമ്മുടെ ഒരു VVIP അപകടപ്പെടുത്താനായിട്ട് ഒരു ശ്രമം ഡെൽറ്റ ഫോഴ്സ്, അവരുടെ എലൈറ്റ് ഫോഴ്സാണ്, നമുക്കുള്ള മാർക്കോ പോലെ. അവരുടെ നേവി സീലും ഡെൽറ്റ ഫോഴ്സുമാണ് അവരുടെ ഇത് സ്പെഷ്യൽ ഓപ്പറേഷൻ. മൊസാദ് പോയി ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന USA ഒരു ടീം വന്ന് ചോദിച്ചാൽ പറയും അത് ബംഗ്ലാദേശിന് വെടിവെക്കാൻ പഠിപ്പിച്ചാണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വെടിവെക്കാൻ പഠിപ്പിച്ചാണ്, ഇങ്ങനെയല്ല വെടിവെക്കേണ്ടത്, ഞങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നമ്മളും പുറകെ. പക്ഷേ നമ്മളെ അതിന് ഇവർ സഹായിച്ചു. റഷ്യയുടെ ചാര സംഘടന FBS മറ്റേ പറയുന്ന പഴയ KGBയുടെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞു. ഈ വന്നവന് ഇവന്മാർ വലിയ പരിപാടി ഇട്ടുകൊണ്ടാണ് വന്നത്. അതായത് അവൻ എന്ത് റാങ്ക് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവൻ്റെ പേര് ഞാൻ അറിയാൻ പറ്റുന്നത് എനിക്ക് പെട്ടെന്ന് മറന്നുപോയി. അയാൾ ബ്രിഗേഡിയർ റാങ്കോ മേജർ റാങ്കോ ആണ് US ആർമിയിലൊരു ഉദ്യോഗസ്ഥൻ. ഉന്നത ഉദ്യോഗസ്ഥൻ. ഇയാളവിടെ എന്തോന്ന് ചെയ്തിട്ടുണ്ടെന്ന് ഇയാളെ കൊല്ലപ്പെട്ടപ്പോൾ അവരിപ്പോൾ പറയുന്നുണ്ട് ദുരൂഹമായ സാഹചര്യങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ്. നമ്മളെ ആള് തട്ടിയെന്ന് ഇങ്ങനെ പലരും ഒക്കെ പറയുന്നത് നമുക്കറിഞ്ഞൂടാ. അജ്ഞാതന്മാരാരോ എന്തോ ചെയ്തതാണെന്നാണ്. ബോഡി ഓട്ടോപ്സി നടത്താതെ തിരിച്ചു കൊടുത്തു. അതെന്തോന്ന് പരിപാടി? അപ്പം മനസ്സിലായില്ലേ ഇതാരാണെന്ന്? അവരിതുവരെ കൺഫേം ചെയ്തിട്ടില്ല. US ഡീപ് സ്റ്റേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ എല്ലാം ചെയ്ത് ലാസ്റ്റിൽ ഈ കോക്രോച്ച് പാർട്ടിയും കുത്തി ഇളക്കി വിട്ട് എല്ലാം പരാജയപ്പെട്ടപ്പം പതുക്കെ ട്രംപെണ്ണെ ഈ മാർക്ക് റൂബിയോ കുത്തി ഇളക്കി വിട്ടതാണ്. അത് അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ സീനിയറിൻ്റെ ഇത് കേട്ടിവിടെ വന്നു. പക്ഷേ കൽക്കട്ടയിൽ പോകുമ്പം അവിടുത്തെ CM പോയി റിസീവ് ചെയ്യണ്ടേ, ചെയ്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ നേരത്തെ ഡിസൈഡ് ചെയ്തത് മമതയ്ക്ക് വേണ്ടി വന്നാണ്. അത് മനസ്സിലായി. ആരും പോയില്ല. ജോയിൻറ്റ് സെക്രട്ടറി, നോട്ട് ഈവൻ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പം IG ഓർ ADGP റാങ്കൊക്കെ വരും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ. ഇത് വെറും ഒരു ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. മാത്രമല്ല 3.5 മണിക്കൂറേ കൽക്കട്ടയിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ മിഷൻ ഓഫ് ചാരിറ്റീസ് അവർ അവിടെ പോയെന്ന് പറഞ്ഞാൽ അവർക്കൊരു റീസണുണ്ട്. അവരുടെ ഫണ്ടിങ് എല്ലാം ബ്ലോക്കായി. അപ്പം അവർക്ക് ആരുടെത്തെങ്കിലുമൊക്കെ പോയി പരാതി പറയണം. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നേരെ ഇവിടെ വന്ന് അങ്ങനെ ലാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ ഗവൺമെൻറ്റിനെ അറിയിച്ച് ആരെയൊക്കെ കാണാൻ പോകുന്നു എന്ന് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ച് നമ്മുടെ ഗവൺമെൻറ് പെർമിറ്റ് ചെയ്തു. അപ്പോൾ ഇവർ ഒരു പെറ്റീഷനെ മറ്റോ ഇവിടുത്തെ ഡൽഹി എംബസി വഴി നേരത്തെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ. പക്ഷെ ഒരിക്കലും മാർക്ക് റൂബിയോ അത്ര മണ്ടനല്ല. നേരെ ഈ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, അത് ഞാൻ മോഡി എടുത്ത് ഞാൻ ഐ വിൽ ടോക്ക് ടു ഹിം. ഒരിക്കലും അയാൾ പറയില്ല, അയാൾ ഒന്നും മിണ്ടില്ല. പെറ്റീഷനൊക്കെ വാങ്ങിച്ചാൽ അങ്ങനെ കൈ വെച്ചോണ്ട് അങ്ങനെ അങ്ങ് പോകും. ഇവർക്കൊരു ആശ്വാസം, പെറ്റീഷൻ കൊടുത്തല്ലോ. മാർക്ക് റൂബിയോ ഒരക്ഷരം പറയില്ല ഇതിനെപ്പറ്റി. പറഞ്ഞെന്നാളും കണ്ടു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്.
നിങ്ങളിതിൽ ഇടപെടേണ്ടെന്ന് അമേരിക്കയിൽ നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞാൽ അവർ ഇതൊക്കെ ചെക്ക് ചെയ്യില്ലേ? കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് അവിടെ സംഗതികൾ കയറ്റുള്ളൂ. അപ്പോൾ അതേപോലെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഒരിക്കലും മാർക്ക് റൂബി അങ്ങനെയൊന്നും പറയുന്നില്ല. ട്രംപ് ചിലപ്പോൾ വല്ലതൊക്കെ വിളിച്ചു പറയും, പക്ഷെ മാർക്ക് റൂബി അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഇന്ത്യ വളരെയധികം അനോയിഡ് ആൻഡ് അഗ്രീവ്ഡാണ്. ഇവർ പറയണമൊന്നും കേൾക്കുന്നില്ല. ഇപ്പം മാത്രമല്ല ഒരടിയും കൂടെ കൊടുത്ത്. പിന്നെ അഗ്നി 9 ഇതൊന്നും പെട്ടെന്ന് ഇങ്ങനെ വന്നതൊന്നുമല്ല. ഇതെല്ലാം ഇവർ പിന്നെ ഡീപ് സ്റ്റേറ്റ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഗ്നി 9നെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചു. അഗ്നി 9ന്റെ പരിധിയിൽ വരുന്നതാണ് അഗ്നി 6. സോറി, അഗ്നി 6 മാറിപ്പോയി. വാഷിംഗ്ടൺ. അഗ്നി 6 വന്നപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇന്ത്യ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന്. മാത്രമല്ല എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് റഷ്യയിൽ നിന്ന് ഫുൾ ഓയിൽ വാങ്ങിക്കും ഓർഡർ ചെയ്തു. മാത്രമല്ല അമേരിക്കയ്ക്ക് വലിയൊരു അടി കിട്ടിയത് സ്ലാപ്പ് ഓൺ ദ ചീക്ക് എന്ന് പറഞ്ഞാൽ ഈ UK ആണ് റഷ്യയെ ഏറ്റവും അധികം ഉപദ്രവിച്ചത്. അടിക്കണം പിടിക്കണം USA നമ്മളെ സഹായിക്കുന്ന ആ UK ആണ് ആദ്യം ഓയിൽ വാങ്ങിക്കാൻ പോകുന്നത്. ഇപ്പോൾ റഷ്യയുടെ ഓയിൽ. അപ്പോൾ പിന്നെ UKക്ക് വാങ്ങിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്നത് ഇറാനിൽ നിന്നും റഷ്യയുടെ നിന്നും ഓയിൽ വാങ്ങിക്കുന്ന ആരാ? ചൈനയ്ക്ക് 25% ഉള്ളൂ. ഇന്ത്യക്ക് 50%. പ്യൂണിറ്റീവ്. അതെന്ത് സ്റ്റെപ്പ് മദർ പോളിസി? ഇന്ത്യയാണോ ശത്രു, ചൈനയാണോ ശത്രു USAയുടെ? അപ്പം നമ്മളെ എല്ലാ വിധത്തിലും ഉപദ്രവിക്കുക, ഒതുക്കുക, സ്നബ് ചെയ്യുക. അതായത് നമുക്ക് 50%, ചൈനയ്ക്ക് 25%. ഇറാൻ യുദ്ധം തന്നെ വന്നപ്പം മറ്റേ കിളി പറയും പോലെ റൈറ്റ് പോട്ടെ എന്ന് പറയില്ല, അതേപോലെ ചൈനീസ് ഷിപ്പിനെ കടത്തി വിട്ടു USA അവിടെ നിന്ന് മോണിറ്റർ ചെയ്യില്ലേ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചൈനയ്ക്ക് ചെയ്തു കൊടുക്കാം, പക്ഷേ ഇന്ത്യ അത് ചെയ്യാൻ പാടില്ല. ഇതെന്തോന്ന് പോളിസിയാണ് ഇവർ? അപ്പം അതുകൊണ്ട് നമ്മൾ തീരെ ഏഴാം കൂലികളൊന്നും അല്ലല്ലോ ഭാരതം. നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് ഒരു 2014 തൊട്ട് ഇവിടെ നല്ല നട്ടലിനുറപ്പുള്ള ആളുകളാണ് ഇരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പേ തുടങ്ങി ഇന്ത്യയുടെ സ്റ്റാൻഡ്. മൻമോഹൻജി ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങി. പക്ഷേ അത് ഫുൾ ഫ്ലെഡ്ജായിട്ട് ഇന്ത്യയുടെ ഇതൊക്കെ എടുത്ത് തുടങ്ങിയത് ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ വന്ന ശേഷമാണ്. അപ്പോൾ അമേരിക്കയെ നമ്മൾ ആക്ച്വലി ഫൂഡ് USA എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതേസമയം ട്രേഡ് അവർക്കും താല്പര്യമുള്ളതാണ്, നമുക്കും താല്പര്യമാണ്. നമ്മൾ കച്ചവടമായിട്ട് നടക്കട്ടെ, പക്ഷെ നമ്മുടെ നമ്മളെ ചൊറിയാൻ വരരുത്. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാര്യം. ശരിക്കും മാർക്ക് റൂബിയോ വന്നത് ഈ പരസ്പരമുള്ള, അതായത് അമേരിക്ക ഇന്ത്യ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ, പിന്നെ മോദിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ, പിന്നെ ഈ പറഞ്ഞതുപോലെ മോദിയെ അതൊക്കെ ശരിയാണ്. മോദിയെ ക്ഷണക്കത്തൊക്കെ കൊടുത്തു. അതൊക്കെ ക്ഷണക്കത്തൊക്കെ അവിടെ വാങ്ങിച്ചു വയ്ക്കും. നിങ്ങളത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാതെ തീർന്നേനെ. ക്വാഡില്ലേ, ക്വാഡ് അടുത്ത ഇന്ത്യയാണ് 2025 ഇത് ഹോസ്റ്റ് ചെയ്യേണ്ടത്. 25 ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം 2024 ലാസ്റ്റ്. അത് കഴിഞ്ഞ് 25 ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിന് അയാൾ വരണില്ല എന്ന് പറഞ്ഞു, ട്രംപ് വരണില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ സ്നബ് ചെയ്തു. അതുകൊണ്ട് നടന്നില്ല. ഇപ്പം 26 ക്വാഡ് ഇവിടെ അല്ല നടക്കുന്നത്, ഓസ്ട്രേലിയയിലാണ്. അതിനയാൾ വരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണക്കത്ത് പോവില്ല. എൻ്റെ ഒരു മാർബിൾസ് ഉപയോഗിച്ച് ഞാൻ ആലോചിച്ചിട്ട് മോഡിജി പോവില്ല USA. ആ ക്ഷണക്കത്തൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ട്രംപ് ഇവിടെ വരണം. അതിന് മുമ്പ് ജൂലൈയിലെ മറ്റേ ട്രംപ് ഇവിടെ വരണം. നമ്മൾ ക്ഷണിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്ന് ഇതെല്ലാം റിവേഴ്സ് ചെയ്ത് പറഞ്ഞ ഇവനെ പിന്നെ മുനീറിനെ പ്രൊമോട്ട് ചെയ്യണമെന്നും അവനെ മടിയിൽ നിന്ന് ഇറക്കി വിടുക. പിന്നെ തിരിച്ചറിയുക ആരാണ് USAയുടെ സുഹൃത്തെന്ന്. അവർക്കത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വിധി, ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു യു എന്ന് നമുക്ക് പറയാനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സാറ് നമുക്കൊരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, മാർക്ക് റൂബിയോയുടെ സന്ദർശനം ഈ പറഞ്ഞതുപോലെ ട്രംപിന് ഇന്ത്യയെ ഒന്ന് ഇന്ത്യയെ സോപ്പിട്ട് ട്രംപിനോടൊപ്പം നിർത്താൻ ഉള്ള ഒരു പരിശ്രമമാണ്. അത് നടക്കില്ല എന്ന് നമ്മൾ കൃത്യമായി സൂചനകളെല്ലാം അത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് നമ്മളോട് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം ഇതേപോലെ ചെന്ന് പറയും, ഇങ്ങനെയൊക്കെയാണ് ജോയിന്റ് സെക്രട്ടറിയാണ് അയച്ചത്, മറ്റാണ് മറിച്ചാണ്, അതൊക്കെ പറയും. അദ്ദേഹം സാറ് പറഞ്ഞോണ്ട് ഞാൻ പോയി എന്നേ പറയുള്ളൂ. എന്തായാലും നമ്മുടെ വിദേശകാര്യ നയം, നമ്മുടെ അഭിമാനം അടിയറ വയ്ക്കാതെ നമ്മളത് വളരെ ശക്തമായിട്ട്, ഇനി അമേരിക്കയല്ല ആരാണെങ്കിലും ശരി,
ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ അതിശക്തമായി നമ്മുടെ ആ നമ്മുടെ നയതന്ത്ര വിദേശകാര്യം എക്സലന്റ് ആണ്, സബ്ലൈം. അത് അങ്ങനെ തന്നെ തുടരും, അതിലൊരു മാറ്റവും വരുത്തില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ട്രംപിന് കൊടുത്തിരിക്കുന്നു. അതെ, ശരി, വന്ദേ മാതരം. വന്ദേ മാതരം.